കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടിയിട്ട് ഈ അവഗണന തുടർന്നാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു അവഗണന തുടരുന്നു വർഷങ്ങളായിട്ടുള്ള ഒരു അവഗണന. നേരത്തെ കാലത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെ സീറ്റ് തരും, അവിടെ അവരൊരു വിമതം മത്സരിക്കും, റബലായിട്ട് മത്സരിച്ച് അവർ തോൽക്കും, അവരെ തിരിച്ചെടുക്കും. അങ്ങനെയുള്ള ഒരു സമീപനം. അതെ അതെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. മുന്നണികളും പാർട്ടികളും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിലേക്ക് കടക്കുന്നു. പലയിടങ്ങളിലും മുന്നണി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു, ചർച്ചകൾ നടക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കോട്ടക്കൽ നഗരസഭയിലേക്ക്, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭയിലേക്ക് വരുമ്പോൾ അവിടെ നേരത്തെ UDF ആയിരുന്നു. പക്ഷേ ഇത്തവണ UDFൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് നൽകിയ ഒരു സീറ്റിൽ ലീഗ് വിമതൻ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. ഇതോടുകൂടി കോൺഗ്രസ് സ്വന്തമായി മത്സരിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേതുമാധവൻ മീഡിയാവോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടിയിട്ട് ഈ അവഗണന തുടർന്നാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു അവഗണന തുടരുന്നു വർഷങ്ങളായിട്ടുള്ള ഒരു അവഗണന. നേരത്തെ കാലത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെ സീറ്റ് തരും, അവിടെ അവരൊരു വിമതം മത്സരിക്കും, റബലായിട്ട് മത്സരിച്ച് അവർ തോൽക്കും, അവരെ തിരിച്ചെടുക്കും. അങ്ങനെയുള്ള ഒരു സമീപനം. അതെ അതെ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് തീർച്ചയായിട്ടും ഈ സ്ഥാനാർത്ഥികളൊക്കെ എല്ലാ വാർഡുകളിലും അല്ല, എല്ലാ വാർഡിലും അല്ല. ഞങ്ങൾ നിർണായകമായിട്ടുള്ള ഒരു 12ഓളം വാർഡുകളുണ്ട്. ആ 12ഓളം വാർഡുകളിലാണ് നമ്മളിപ്പോൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മുസ്ലിം ലീഗിനും സ്വാധീനമുള്ള വാർഡുകളൊക്കെ ഉണ്ട്. മുസ്ലിം ലീഗ് ജയിക്കുന്ന വാർഡുകളാണ്. ജയിക്കുകയും എന്നാൽ ഞങ്ങളുടെ വോട്ടുകളും കൂടെ കിട്ടിയിട്ട് വേണം ജയിക്കാൻ. അങ്ങനെയുള്ള വാർഡുകളിൽ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു കോൺഗ്രസിനോട് കോട്ടക്കലിൽ മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും ഒരു അവഗണനയാണ്. അതിപ്പോ ബീരാൻ സാഹിബിന് ശേഷം കോട്ടക്കൽ മുസ്ലിം ലീഗിനെ അവർ അവഗണിച്ച്, മുസ്ലിം ലീഗ് കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാണ് അവരുടെ സ്ഥിതി. ഇതിപ്പം വിമതൻ പറയുന്നത് അത് ലീഗിന്റെ ഒരു വാർഡാണ്. ആ വിമതൻ നേരത്തെ തന്നെ അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നതാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുന്നത് പിന്നീടാണ് അറിയുന്നത് എന്നുള്ളത്. അല്ല, വിമതൻ വരുന്നത് ഇപ്പൊ തന്നെയാണ്. വിമതൻ അറിയാം ഇത് കോൺഗ്രസിന് 5 കൊല്ലം മുമ്പ് കൊടുത്ത വാർഡാണ്, അതുകൊണ്ടാണ് അത് കോൺഗ്രസിന് തന്നിട്ടുള്ളത് എന്നറിയാം. 5 വർഷം മുന്നേ കോൺഗ്രസിന് അത് ജില്ലാ ചെയർമാൻ അജയ് മോഹൻ വന്നിട്ട് തീരുമാനം ഉണ്ടാക്കിയ വാർഡാണത്. 5 വർഷം മുമ്പ് 2020 25 കോൺഗ്രസിന് കൊടുക്കുക ആ വാർഡ്. ആ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ആ ചർച്ചയിൽ ആ സീറ്റ് ചോദിച്ചത്. ആ സീറ്റ് തരികയും ചെയ്തു. അത് UDFന്റെ ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ അതാത് ആൾക്കാർ മത്സരിച്ച് അവിടെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗാന്ധിനഗർ നമുക്ക് തന്നിട്ടുള്ളത്. UDFന്റെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട്. അത് കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലമാണോ? അതെ, കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലമാണ്. അതായത് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് പൊതുവെ കോൺഗ്രസിന് സ്വാധീനം കുറവുള്ള ഭാഗമാണ് ഈ കോട്ടക്കൽ നഗരസഭയിലെ പല വാർഡുകളും എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വിട്ടുവീഴ്ച മുസ്ലിം ലീഗ് ചെയ്തിട്ടും തിരിച്ചൊരു വിട്ടുവീഴ്ച കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അല്ല, ഒരു വിട്ടുവീഴ്ച അവർക്കില്ലല്ലോ. അവര് നമ്മളെ അവരെ തന്നെ സഹായിക്കുന്നു, തിരിച്ചവര് സഹായിക്കുന്നില്ലല്ലോ. അങ്ങനെ വിമതനെ നിർത്തിയിട്ടല്ലേ സഹായിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് അവിടെ വോട്ടുകളുണ്ട്. മുസ്ലിം ലീഗ് ജയിക്കണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. ഞങ്ങൾ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സഹായമുള്ള വാർഡുകൾ കോട്ടക്കൽ സംബന്ധിച്ചിടത്തോളം 15ഓളം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയല്ലേ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ലീഗാണ്. ലീഗ് കൊടുത്ത വലിയ പാർട്ടിയാണ്. അപ്പോൾ ആ ലീഗ് ഞങ്ങളെ ചേർത്ത് പിടിക്കണ്ടേ. ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ വലിയ പ്രയാസം നേരിടുമ്പോൾ ഉത്തരേന്ത്യയിൽ മുഴുവനായി നടക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്ന കോൺഗ്രസ് ആണല്ലോ. ആ കോൺഗ്രസിനെ ഇവിടെ എന്തിനാണ് ഇവരിവിടെ കുറച്ച് ശക്തി ഉണ്ടെങ്കിൽ അതിന് ഞങ്ങളിന് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഞങ്ങൾ ചോദ്യം. ഈ വിമതൻ പറയുന്നത് തന്നെ പാർട്ടിയാണ് നിർത്തിയത് എന്നുള്ളതാണ്. താൻ മാറേണ്ട സാഹചര്യമില്ല, തന്നോട് പാർട്ടി മാറാൻ അല്ലെങ്കിൽ മുന്നണി മാറാൻ പറയില്ല എന്നുള്ളത്. ഈ വിമതൻ മുസ്ലിം ലീഗിന്റെ അനുവാദത്തോടു കൂടി നിന്നാണെന്ന് കണ്ടു. അതിൽ മുസ്ലിം ലീഗിന്റെ എല്ലാവരും ഇല്ല. മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരുടെ രഹസ്യ പിന്തുണയോട് കൂടിയിട്ട്, രഹസ്യവുമായുള്ള പിന്തുണയോട് കൂടിയിട്ട് തന്നെയാണ് അയാൾ മത്സരിക്കണമെന്ന് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നു. നേതൃത്വത്തിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വം ഈ കാര്യം അടുത്ത ദിവസം തന്നെ ചർച്ച ചെയ്യാന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അപ്പം മറ്റേതെങ്കിലും പാർട്ടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം? അല്ല, അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പോൾ ഉള്ള തീരുമാനം മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചത് ഇങ്ങനെയാണ്.
അതിനുശേഷം പിന്നീട് വരുന്നതല്ലേ, കോൺഗ്രസ് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ പ്രാദേശികമായ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകും. അതിപ്പോ പറയാൻ പറ്റില്ല. അതിപ്പോ നമ്മളെ തീരുമാനം കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ ഇത്ര വാർഡുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതല്ലേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ചയുമായി മുന്നോട്ട് പോയാൽ ഇപ്പം UDF സഖ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധ്യത? അല്ല, അത് ഞങ്ങൾ സഖ്യം തന്നെയാണല്ലോ. UDFന്റെ നേതൃത്വം ഇടപെട്ടിട്ട് ഈ വിമതനെ ഒന്ന് പിൻവലിച്ചാൽ അപ്പൊ സഖ്യമാണല്ലോ. ഇപ്പൊ നമ്മളല്ലല്ലോ, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDFന് വിഘാതമായ ഒരു പ്രവർത്തനം ഇതുവരെ ഇവിടെ ചെയ്തിട്ടില്ല. ലീഗാണ് ഇതിപ്പോ ഒരു ഫൗൾ അടിച്ചിട്ടുള്ളത്. അത് ലീഗ് തിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളെ പ്രശ്നം കഴിഞ്ഞാൽ ഞങ്ങൾ UDF ഒറ്റക്കെട്ടാണ്. വിമതനെ പിൻവലിക്കണം എന്നുള്ളതാണ്. വിമതനെ മാറ്റണം. ഞങ്ങൾക്ക് സീറ്റ് തന്നിട്ട് വിമത ലീഗ് മത്സരിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ലീഗ് നേതൃത്വം പറയുന്നത് അങ്ങനെ വിമതൻ മത്സരിക്കുകയാണെങ്കിൽ അവർ സഹകരിക്കില്ല, ആൾക്കെതിരെ നടപടി എടുക്കുന്നുള്ളതാണ്. ആ നടപടി 15 ദിവസത്തിനേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ റഹിയാനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങൾ ലീഗ് നേതൃത്വത്തിനെ വിശ്വസിക്കുന്നില്ല. ഒന്നാമത് അതാണ് അതിന്റെ പ്രശ്നം. ഈ കാര്യത്തിൽ ലീഗിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായത്. പുറത്താക്കി 15 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്ത് സഹകരണ ആസ്പത്രിയുടെ ഡയറക്ടർ ആക്കി. അപ്പോൾ ആ വിമതന്മാർക്ക് ഒരു പ്രോത്സാഹനമാണല്ലോ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ. അതായത് മുസ്ലിം ലീഗ് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വിമത സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. കേവലം അവർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് കാര്യമില്ല, കണ്ണിപ്പൊടി നടപടി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഈ വിമത സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാൽ UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം, അല്ലാത്ത പക്ഷം കോട്ടക്കലിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.